അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ചു, എല്ലാവരും വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ അവിടെ പെരുന്നാളാണ് വരുന്നത്. ഒളരിപ്പള്ളി പെരുന്നാൾ ഭയങ്കര ഫേമസാണ്, ഒളരിപ്പള്ളി പെരുന്നാൾ. അപ്പോൾ വിളക്കൊക്കെ വെച്ചു, പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പേരക്കായ ഇതേപോലെ മുറിച്ച് ഉപ്പും മുളകും കൂട്ടി തിന്നാന്ന് വിചാരിച്ചിരിക്കുന്നു. പേരക്കായ ഉപ്പും മുളകും കൂട്ടി തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞങ്ങൾക്കും ഇഷ്ടമാണ്. എൻ്റെ മോൾക്ക് കുരു കളഞ്ഞ് കൊടുക്കണം പേരക്കായ ഉപ്പും മുളകും കൂട്ടി തിന്നാൻ. മോനങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ കുരു കളഞ്ഞ് എന്താ ഉപ്പും മുളകും നല്ല എരിവുള്ള മുളകും പൊടിയാ. പേരക്കായ്ക്കൊക്കെ ഭയങ്കര വില കുറവല്ല, വലിയ പേരക്കായ കിട്ടും. മോൾക്ക് പനിയാണേ, അപ്പോൾ പേരക്കായ മുറിച്ച് താമ്മ എന്ന് പറഞ്ഞിട്ട് മുറിച്ച് കൊടുത്തു. ഇതേപോലത്തെ 2 കഷ്ണമാണ് കഴിച്ചത്. പിന്നെ ഇതിപ്പോൾ ഫ്രിഡ്ജിലെടുത്തേക്കാം. പേരക്കായ ഉപ്പും മുളകും കൂട്ടി തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പേരക്കായ അച്ചാറൊക്കെ ഇടും, നല്ല രസമാണ് പേരക്കായ അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊളസ്ട്രോൾ ഉള്ളവർ, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ, ബിപി ഷുഗറൊന്നുമില്ല, കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ ഉള്ളൊരു പേരക്കായ തിന്നിട്ട് പറയാൻ അത്ര കൊളസ്ട്രോൾ കുറയുന്നൊക്കെ പറയുന്നുണ്ട്. കുമ്പളങ്ങ ജ്യൂസ് എടുത്ത് കുടിച്ചപ്പം കൊളസ്ട്രോൾ കുറയുന്നവരുണ്ട്. ഞാൻ കുറച്ച് കാലം അത് കുടിച്ചു. വെറും വയറ്റിടുക. പിന്നെ ഒരു തവി പാല് എടുത്തിട്ട് അത് കാച്ചാൽ അതിൽ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അത് കാച്ചി കുടിക്കുക. ആ വെളുത്തുള്ളിയും പാലും കൂടി കാച്ചി കുടിച്ച് കഴിഞ്ഞാൽ, അധികം പാല് വേണ്ട, ഒരു തവി മതി, കൊളസ്ട്രോൾ കുറയും. പിന്നെ ഉലുവ ഉണ്ടല്ലോ, ഉലുവ കഴുകി വൃത്തിയാക്കി ഒരു സ്പൂൺ ഉലുവ നമ്മൾ തലേദിവസം രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് നേരെ വെളുത്ത വയ്ക്കി വന്നിട്ട് നമ്മൾ പല്ലേച്ചൊക്കെ കഴിഞ്ഞ് അത് കൂട്ടി തിരുമ്മിയിട്ട് ആ വെള്ളവും ആ ഉലുവയും കൂട്ടിയിട്ട് നമ്മൾ കുടിക്കാം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും. ഞാനിടുന്ന വീഡിയോകൾ എല്ലാവരും കാണണം. ഇപ്പോൾ ഞാൻ 10 മാസമായി വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് എൻ്റെ വീഡിയോ കുറേശ്ശെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.